ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാത്രി നെസ്റ്റോയിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് ഐറ്റംസിന് കുറേ ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ടു. അതായത് നമുക്ക് നെസ്റ്റോന്റെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് കുറേ ഓഫേഴ്സ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഇല്ലെങ്കിൽ നെസ്റ്റോന്റെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ നമ്പർ എഴുതിയിടാം. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഡെയിലി ഓഫേഴ്സ് ഉണ്ട് നെസ്റ്റോയിൽ. അപ്പോൾ ഇന്നെന്തോ ബിരിയാണിക്ക് എന്തോ കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, ഫുഡ് ഐറ്റംസിന് നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി വീട്ടിലേക്ക് ബിരിയാണി മേടിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ബിരിയാണി വാങ്ങിക്കാൻ നെസ്റ്റോയിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എപ്പോഴും പറയണ പോലെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അങ്ങനെ ഞാൻ നമ്മുടെ നെസ്റ്റോ പുഴയ്ക്കലിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും ബൈക്ക് പാർക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നേരെ കൊണ്ടുവയ്ക്കാട്ടോ ചെയ്യുക, കാരണം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് പർച്ചേസ് ചെയ്ത് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ ലിഫ്റ്റ് ഒന്നും കയറാൻ നിൽക്കില്ല, ഞാൻ ജസ്റ്റ് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ലിഫ്റ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറേ നേരം നിൽക്കേണ്ട വരും അത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ കയറി പോവാണ്. പിന്നെ അത് മാത്രമല്ല, നടക്കണം നമുക്കൊരു എക്സസൈസ് ആലോ. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. അപ്പോൾ നമ്മുടെ ബാഗൊക്കെ കൊടുക്കണമല്ലോ, ബാഗ് കൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാഗ് അവിടെ കസ്റ്റമർ സർവീസിന്റെ ഒരു കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടറിൽ കൊടുത്തു. അപ്പോൾ ഈ ചേച്ചി എൻ്റെ ബാഗ് എടുത്തു. അങ്ങനെ ഞാൻ എൻട്രൻസിൽ കൂടെ കയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം കണ്ടു. അപ്പോൾ ട്രോളി പിടിച്ച് വലിക്കാം, എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ട വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു പട്ടി ഷോ എന്നാണെങ്കിൽ പറയാം, അതുപോലെ ഞാൻ ഇങ്ങനെ ട്രോളി പിടിച്ച് നടന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കാം, എന്തെങ്കിലുമൊക്കെ മേടിക്കണം. പക്ഷേ എൻ്റെ എയിം എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഒരു സംഭവം കാണുന്നത്, അതായത് നോ ഫോട്ടോഗ്രാഫി, നോ ഡ്രിങ്കിങ്, നോ ഈറ്റിംഗ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണണം. ഇത്ര നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നതാണോ വെക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഫുഡ് സെക്ഷനിലെത്തിയപ്പോൾ മലബാരി ബീഫ് ബിരിയാണി, അതുപോലെ ഷവർമ, ഇതൊക്കെ പുതിയത് തുടങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഷവർമേര. അതുപോലെ തന്നെ ഈ ഒരു പനീർ മട്ടർ എനിക്കിന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മട്ടന്റെ വില അതായിരിക്കും. അങ്ങനെ ഈ കാണുന്ന ചിക്കൻ ബിരിയാണി വെറും 99 രൂപയുള്ളോട്ടോ, 500 ഗ്രാം, അതായത് 1/2 കിലോ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് വെറും 99 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഞാൻ നൈസായിട്ട് 1 കിലോ തന്നെ ഓർഡർ ചെയ്തു. നിങ്ങൾക്കിപ്പോൾ കാണാം കഴിയാറായി, കാരണം ആൾക്കാർ മൊത്തം ഇത് മേടിക്കാൻ തോന്നുന്നു ഓഫർ കാരണം. അപ്പം ഞാനത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നൈസായിട്ട് മേടിച്ചു. നമ്മുടെ ട്രോളിയിൽ ഇത് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്ന് അങ്ങനെ ബിൽ കൗണ്ടറിൽ എത്തിയിട്ടോ. ബിൽ കൗണ്ടറിൽ പോയി ബില്ലടിച്ചതിന് ശേഷം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ അവിടെ തോളിട്ട് തന്നു. അതിന് ശേഷം ഞാനിതെടുത്ത് നമ്മുടെ ബാഗൊക്കെ എടുത്ത് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോകണം. നല്ല വിശപ്പുണ്ടായിരുന്നു. 1 കിലോ അല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് 2-3 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാനാണ് ആദ്യമായിട്ട് എടുത്തത്. പക്ഷേ എനിക്ക് കൊളാബൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. ഒരു 2.5-3 ലക്ഷം ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ വീഡിയോ എത്തിയിട്ട് ഞാൻ വേഗം ആക്രാന്തത്തിൽ തന്നെ കുളിച്ച് ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ. സോ ഗൈസ്, ഞാനിത് പൊളിച്ചിട്ടുണ്ട്. കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഞാൻ അപ്പോൾ 200 രൂപയ്ക്ക് ഈ ഒരു ചിക്കൻ ദം ബിരിയാണി നെസ്റ്റോന്ന് ഞാൻ ഇന്ന് മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. താങ്ക് യു.